കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര ജൂൺ 5, 6, 7 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. തണ്ണീർമുക്കം വഴി ജില്ലയിൽ എത്തുന്ന സമരയാത്ര ആദ്യ ദിവസം പള്ളിപ്പുറം, ഒറ്റപ്പുന്ന, തുറവൂർ, മുഹമ്മ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച സംസ്ഥാനതല രാപ്പകൽ സമരയാത്ര ജൂൺ 5, 6, 7 തീയതികളിൽ ആലപ്പുഴ ജില്ലയിലെത്തും. നമ്മുടെ സംസ്ഥാനത്ത് ആശാ പ്രവർത്തകർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ തങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനിടയിൽ സമരം നടത്തി വരികയായിരുന്നു. അവരവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു, നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു, രാപ്പകൽ സമരം നടത്തി, തങ്ങളുടെ മുടി മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഇങ്ങനെ വിവിധ തരം മാർഗങ്ങളിലൂടെ സമരം നടത്തിയെങ്കിലും തികച്ചും ഗാന്ധിയൻ മാർഗത്തിലൂടെ സമരം നടത്തിയെങ്കിലും ഗവൺമെൻറ് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ മാസം 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച രാപ്പകൽ സമരയാത്ര അത് ഈ മാസം 5, 6, 7 തീയതികളിൽ ആലപ്പുഴയിൽ എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ ഈ സമരയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുക. 3-ാം ദിനം അത് ആലപ്പുഴയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് കായംകുളത്താണ് സമാപിക്കുക. നമുക്കറിയാം, ആശാ സ്കീം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന സ്കീം 2005-ൽ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് 1-ാം UPA ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അടിസ്ഥാന മേഖലയിൽ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളൊരു പ്രവർത്തനമാണ്. കഴിഞ്ഞ 113 ദിവസങ്ങളായി ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന വിഭാഗം, സ്ത്രീ തൊഴിലാളികളായ ആശമാർ മിനിമം കൂലി, വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവരുന്ന സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നതായി യാത്രയുടെ ജില്ലാ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 5-ന് ജനഹൃദയങ്ങളിൽ തണ്ണീർമുക്കം വഴി ജില്ലയിൽ യാത്രയെത്തും. സമരയാത്ര പള്ളിപ്പുറം, ഒറ്റപ്പുന്ന, തുറവൂർ, മുഹമ്മ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 5:30-ന് ചേർത്തല നഗരസഭയ്ക്ക് സമീപമെത്തി സമാപന സമ്മേളനം ചേരും. സമാപന സമ്മേളനം ഡോക്ടർ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 6-ന് യാത്ര ചേർത്തലയിൽ നിന്നും ആരംഭിച്ച് മണ്ണഞ്ചേരി, അമ്പലപ്പുഴ, രാമങ്കരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആലപ്പുഴ ബോട്ട് ജെട്ടിക്ക് സമീപം ആലുക്കാസ് ഗ്രൗണ്ടിലെത്തി സമാപിക്കും. സമാപന സമ്മേളനം ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 7-ന് ആലപ്പുഴയിൽ ആരംഭിച്ച് ഹരിപ്പാട്, മാന്നാർ, ചെങ്ങന്നൂർ, മാവേലിക്കര നിന്നും ഇവിടുത്തെ സ്വീകരണത്തിന് ശേഷം കായംകുളത്തെത്തി സമാപിക്കും. സമാപന സമ്മേളനം പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്യും. അതാത് ദിവസത്തെ സമാപന സമ്മേളനങ്ങൾക്ക് ശേഷം ആശമാർ തെരുവിൽ ഉറങ്ങും. ആലപ്പുഴ ജില്ലയിലെത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ഉചിതമായ സ്വീകരണങ്ങൾ നൽകുന്നതിന് രമേശ് ചെന്നിത്തല MLA, AA ഷുക്കൂർ, ഫാദർ ജോയ് പുത്തൻവീട്ടിൽ, ഫാദർ ഫയസ് പഴയരിൽ, ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ എന്നിവർ രക്ഷാധികാരികളായും മുൻ MP ഡോക്ടർ KS മനോജ് ചെയർമാനായും B ദിലീപൻ, S സുരേഷ് കുമാർ, AJ ഷാജഹാൻ, കമാൽ M മാക്കീൽ, ഡോക്ടർ തോമസ് V പുളിക്കൻ, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ഷഹന കുമുദവല്ലി തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരായും KJ ഷീല ജനറൽ കൺവീനറായും 100 പേരടങ്ങുന്ന ജില്ലാ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. KS മനോജ്, KJ ഷീല, സോളമൻ, T മുരളി, ആൻഡ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്.